ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. വീണ്ടും ഒരു നോമ്പ് കാലം കൂടി കടന്നു വന്നിരിക്കുന്നു. ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ പീഡാനുഭവങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ദിവസങ്ങൾ. ഈ ഒരു സന്ദർഭത്തിൽ നോമ്പ് സംതൃപ്തിയുടെ കാലം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. ആദ്യമായി തന്നെ നോമ്പുകാലത്തെ വ്യക്തമാക്കി വെളിപ്പെടുത്തി തരുന്ന ഒരു 2 വചനങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തേത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ്. വിശപ്പുള്ളവനെ നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ ചേർത്തുകൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതുമല്ലയോ എന്ത് നോമ്പ് അല്ലെങ്കിൽ ഉപവാസം എന്നത്? അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും, നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും, നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും, യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. 2-ാമത്തെ വാക്യം യോബേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-13 എന്നീ വാക്യങ്ങളാണ്. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിൻ എന്ന് യഹോവയുടെ അരുളപ്പാട്. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരിവിൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയും ഉള്ളവനല്ലോ. ഈ 2 വചനങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ നോമ്പിലൂടെ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ ബാഹ്യമായ ഇഷ്ടഭക്ഷണങ്ങൾ ഒഴിവാക്കുക, നമ്മുടെ ഇഷ്ടപ്പെട്ട പ്രവൃത്തികൾ മാറ്റിവെക്കുക. ഇതൊക്കെയും ദൈവസന്നിധിയിൽ വിലപ്പെട്ടത് തന്നെയാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ നോമ്പിനെ പൂർണ്ണമാക്കുവോ? ഇല്ല. ദൈവം നമ്മുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. അപ്പം ദൈവം നോക്കുമ്പോൾ നമ്മൾ ഹൃദയം കൊണ്ട് ശുദ്ധിയുള്ളവരായിരിക്കണം, നല്ലത് സംസാരിക്കണം, നല്ലത് പ്രവർത്തിക്കണം, നല്ലത് ചിന്തിക്കണം, നമ്മളെ കൊണ്ടാവുന്നവർക്കൊക്കെ സഹായം ചെയ്യണം. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ദൈവം നമുക്ക് തരുന്ന നന്മകൾ ഓർത്ത് അതിൽ തൃപ്തിയുള്ളവരായിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ നോമ്പുകാലത്ത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയോ? അല്ല, നമ്മുടെ തുടർന്നുള്ള ജീവിതത്തിൽ മൊത്തം ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നത് പോലെ, നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. 62-ാം അധ്യായം 3-4 എന്നീ വാക്യങ്ങളിൽ പറയുന്നു, കർത്താവിന്റെ കയ്യിൽ നീ മനോഹരമായൊരു കിരീടമായിരിക്കും, നിന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ ഒരു രാജമുടിയും ആയിത്തീരും. കർത്താവിന്റെ വഴിയിൽ നടന്നാൽ കർത്താവിന്റെ കയ്യിലെ ഒരു രാജകീയ കിരീടമായിട്ടാണ് നമ്മളെ ഓരോരുത്തരും കർത്താവ് കാണുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 5-ാം വാക്യം, നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹം ഇല്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ ദൈവം തരുന്ന നന്മകൾ അത് വലുതായിരുന്നാലും ചെറുതായിരുന്നാലും അതിലെപ്പോഴും നമ്മൾ തൃപ്തിയുള്ളവരായിരിക്കണം. എന്നാൽ അതിൽ നിന്ന് ഇരട്ടിയായി ദൈവം നമുക്ക് തരും. നല്ലത് സംസാരിച്ചും നല്ലത് പ്രവർത്തിച്ചും നല്ലത് ചിന്തിച്ചും മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്നത് പോലെ സഹായം ചെയ്തും ദൈവം തരുന്ന നന്മകൾക്ക് നന്ദി പറഞ്ഞ് തൃപ്തിയുള്ളവരായി ദൈവത്തിൽ ആശ്രയിച്ച് കഴിയുവാൻ ദൈവം നാം ഓരോരുത്തരെയും സമൃദ്ധി അനുകരിക്കുമാറാകട്ടെ. ആമേൻ.